ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എനിക്കിഷ്ടമുള്ളൊരു പലഹാരമാണ് ഈ മാൽപ്പൊരി. എവിടെ പോയാലും ഇത് ചില്ലിൻകൂട്ടിൽ കണ്ടാൽ ഞാനിത് വാങ്ങി കഴിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്കിത് ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. ഇന്നലെ ഞങ്ങളൊരു ഗ്രൂപ്പിൽ ഇത് ഉണ്ടാക്കി വിട്ടുതരും. അസീന അറിഞ്ഞ ഒരു വേൾഡ് മലയാളി ഷെഫിൻ്റെ ഒരു ഗ്രൂപ്പിൽ കേട്ടോ. അപ്പോൾ അവളോട് ഞാൻ റെസിപ്പിയൊക്കെ ചോദിച്ചറിഞ്ഞ് ഉണ്ടാക്കിയതാണ്. ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഷേപ്പിന് വ്യത്യാസമുള്ളൂ, ടേസ്റ്റിന് ഒരു വ്യത്യാസമില്ല. പിന്നെ ഇത് ഉണ്ടാക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ആദ്യം ഞാൻ 1 കപ്പ് മൈദപ്പൊടിക്കുള്ള അളവാണ് പറയണത്. അതിന് 1.5 ഗ്ലാസ് വെള്ളം എടുത്തു. ഒരു 3/4 കപ്പ് പിന്നെ പഞ്ചസാരയും ചേർത്തിട്ട് അതൊന്ന് ഉരുക്കി പഞ്ചാരപ്പാനി ഉണ്ടാക്കുക. അതിലേക്ക് ഒരു 3-4 ഏലക്കായ കുത്തി റെഡിയാക്കുക. അപ്പോൾ പഞ്ചാരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ മൈദയിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 1 കപ്പ് മൈദയാണ്, മെഷർമെൻറ്റ് കപ്പിന് 1 കപ്പ് മൈദയും കുറച്ച് കരിഞ്ജീരകം അല്പം ഉപ്പിട്ടിട്ട് ഇതൊന്ന് മാവ് റെഡിയാക്കി എടുക്കുകയാണ്. നമ്മൾ പഞ്ചസാര ഉരുക്കി വെച്ചത് ആ ഒരു വെള്ളം കൊണ്ടാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഒരല്പം കളറിന് വേണ്ടി അല്പം മഞ്ഞൾപ്പൊടി ഉണ്ട്, എടുത്ത് കളറും ചേർത്ത് കൊടുക്കാം. ഇനി ആ പഞ്ചാരപ്പാനി കുറച്ച് ഒഴിച്ചിട്ട് ഇങ്ങനെ ഇട്ടാതെ ഇളക്കിയെടുക്കണം. ഞാൻ വിചാരിച്ചു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഉണ്ടാക്കാൻ, പക്ഷേ ഉണ്ടാക്കിയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. ഉണ്ടാക്കിയപ്പം എനിക്ക് ഈസി ആയിട്ട് തോന്നി. ഞാൻ മുന്നേ ഒരു ദിവസം നെയ്യപ്പം ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കി നോക്കിയിരുന്നു. പക്ഷേ അത് ഇങ്ങോട്ട് പൊന്തി വരിക, നെയ്യപ്പൊക്കെ ഒഴിക്കണ പോലെ പൊന്തി വരിക. അതിൻ്റെ മാവ് കറക്റ്റ് ആകാത്തതുകൊണ്ടാവും. ഇപ്പം ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ ഏകദേശമൊക്കെ റെഡിയായി വന്നു. ഇപ്പോൾ ഇതാണ് മാവ് ഞാനെല്ലാം പഞ്ചാരപ്പാനിയിൽ കലക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു ഇതിൽ. ഇനി ഒരു പാത്രം വെച്ചിട്ട് പാത്രത്തിലാണ് ഇതിട്ട് പൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നല്ലോണം ചൂടായിട്ട് നമ്മൾ തവിയിൽ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ പരന്ന് വരണം. നമ്മൾ കുണ്ടുള്ള ചീനച്ചട്ടിയൊക്കെ ആകുമ്പോൾ അത് ഇത്ര റെഡി ആവില്ല, അതിങ്ങനെ കൂമ്പിച്ച് വരും. ഞാൻ മുമ്പ് ഉണ്ടാക്കിയത് കുണ്ടുള്ള ചീനച്ചട്ടിയിലായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെയുള്ള ചട്ടിയിലാണ് ഉണ്ടാക്കുകയെന്ന് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ എല്ലാ മാവും ഇങ്ങനെ കോരി വെച്ചിട്ട് പൊരിച്ചെടുക്കുക. ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ ഈ അരുഭാഗമൊക്കെ ഇങ്ങനെ ഒരു ബ്രൗൺ കളറായി വരും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പാകം. അപ്പോൾ അതാ ഞാൻ ആദ്യം തന്നെ പൊരിച്ചെടുത്തു. ഒരു ഷേപ്പ് ആയില്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ എല്ലാ മാവും ഇതാ ഞാനിവിടെ ഒരു 10 ഉണ്ടാക്കിയിരിക്കണ്. എന്നും കുറേ ഉണ്ടാക്കിയിട്ടില്ല, കാരണം ഇത് നന്നാവുമോ എന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഉണ്ടാക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിനി, നല്ല സോഫ്റ്റ് ഉണ്ടായിനി. പിന്നെ ഇത് മൈദയാവുകൊണ്ട് പഞ്ചസാരയില്ല, നമ്മൾ ഇതിങ്ങനെ കടിച്ച് വലിക്കണമല്ലോ, ആ ഒരു രീതിയിൽ തന്നെയാണത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അറിയാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.